സ്നോ ഉള്ളൊരു ദിവസം ഞാൻ എന്താ ഡ്യൂട്ടിക്ക് പോകുന്ന തിരക്കാണ് ഈ കാണുന്നത്. തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. അതിൻ്റെ കൂട്ടത്തിൽ റോഡ് ഫുള്ളും സ്നോയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് അധികം ദൂരമൊന്നും ഇല്ല, അതുകൊണ്ട് ഡ്യൂട്ടിക്ക് പോയേ പറ്റൂ. ഞാൻ വിചാരിച്ചു നടന്നു പോകുന്ന ആദ്യം വിചാരിച്ചത്, പക്ഷെ നടന്നു പോകുന്നത് എന്തായാലും ചിലപ്പോൾ എനിക്കത്ര ബാലൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മറിഞ്ഞ് വീഴും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ബസ്സിൽ പോകുന്നു. ബസ് ഉണ്ടെന്ന് കണ്ടു. ഇനി ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുമ്പോൾ അറിയാം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ള കാര്യം. അങ്ങനെ നടക്കുവാണ് റോഡിലോട്ട്. എപ്പോഴും നടക്കുന്നത് പോലെ അത്ര സ്പീഡ് നമുക്ക് നടക്കാൻ പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് മഞ്ഞാണ് തറയിലൊക്കെ. കണ്ടോ, സാധാരണ ചേട്ടനാണ് കൊണ്ടാക്കുന്നത്. കാറ് ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഇന്ന് രാത്രി എങ്ങനെയാണ് ഡ്യൂട്ടിക്ക് ചേട്ടന് പോകാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല. എനിക്ക് തിരിച്ചിനി വൈകുന്നേരം വരാൻ പറ്റണതും ഇപ്പോൾ ഈ ഒരു സ്റ്റാറ്റസ് ആകുമ്പോഴത്തേക്കും അത്ര വലിയ വിഷയമില്ല, മഞ്ഞിങ്ങനെ കിടക്കുമ്പോൾ. പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ മഴയും കൂടി പെയ്യുകയാണെങ്കിൽ ഇത് ഐസാവും. അപ്പോഴത്തേക്ക് തെന്നി വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതാണ് പ്രശ്നം. എല്ലാവരും ഡ്യൂട്ടിക്ക് വരാൻ ഇന്ന് ഒരുപാട് സമയമാകുമായിരിക്കും. വണ്ടിയിലൊക്കെ വരുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടി നടന്ന് പോവുകയാണ്. ഡ്യൂട്ടിക്ക് ഇന്നലെ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് 6 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. അന്നേരം ചെറുതായിട്ടൊന്ന് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രത്തോളം വലിയ മഞ്ഞായി മാറിയത് രാത്രിയായിരുന്നു. രാത്രി പിന്നെ കല്ലൂനെ കുറച്ച് നേരം മഞ്ഞത്തൊക്കെ ഒന്ന് ഇറക്കി നിർത്തി. കുറച്ച് നേരം നിർത്തിയപ്പോൾ തന്നെ അവൾക്ക് നല്ലപോലെ തണുക്കാൻ തുടങ്ങി. പിന്നെ അകത്തോട്ട് കയറ്റി. മഞ്ഞ് കാണാനൊക്കെ നല്ല രസമാണ്, അത് വീഴുന്ന സമയത്തൊക്കെ ചെടികളിലൊക്കെ. പക്ഷേ കുറച്ച് കഴിയുമ്പോഴാണ് തെന്നി വീഴേണ്ട ചാൻസ് വളരെ കൂടുതൽ. മിനിങ്ങാന്ന് ചെറിയ ഐസ് പോലെ തറയിലൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കാരണം ഇവിടുത്തെ മൈനർ ഇഞ്ചുറി യൂണിറ്റൊക്കെ ക്ലോസ് ചെയ്തു. ആൾക്കാരെ കൊണ്ട് വീണിട്ടൊക്കെ പോകുന്ന ആൾക്കാരെ കൊണ്ട്. പിന്നെ ആവശ്യത്തിന് മാത്രം ആൾക്കാർ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വയ്യെങ്കിൽ. ഇന്നലെ മഞ്ഞ് ഇങ്ങനെ വീണ് കിടക്കുന്നതുകൊണ്ട് ഇതുവരെ വലിയ പ്രശ്നമില്ല. ഞാൻ തിയേറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്നിനി ഡോക്ടേഴ്സൊക്കെ വരുന്നെങ്കിൽ മാത്രം കേസ് കാണും, അല്ലെങ്കിൽ എമർജൻസി സർജറികൾ മാത്രമേ കാണത്തുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ രാവിലെ ഗ്രൂപ്പിൽ മെസ്സേജ് ഉണ്ടായിരുന്നു, മെയിൻ റോഡൊക്കെ ക്ലിയറാണ്, അതുകൊണ്ട് മാക്സിമം എല്ലാവരും വരാൻ നോക്കണം എന്ന്. അപ്പോൾ എന്തായാലും അടുത്തുള്ളവർക്കൊക്കെ വന്നേ പറ്റും. ആൾക്കാർ കാണുന്നത് കാൽപ്പാട് ഇതെല്ലാം. ഞാൻ റോഡെത്താറായി. സാധാരണ വീട്ടിൽ നിന്ന് ഈ റോഡ് വരെ എത്താൻ വേറെ എനിക്ക് തോന്നുന്നു ഒരു 2-3 മിനിറ്റ് വരുള്ളൂ. പക്ഷേ ഈ മഞ്ഞ് കാരണമാണ് എനിക്ക് ഇത്രയും സമയം എടുക്കുന്നത് വരാൻ വേണ്ടി. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ചിലപ്പോൾ വന്ന് വീഴും. ഓടി നമുക്ക് പോകാനൊന്നും പറ്റില്ല. സത്യം പറഞ്ഞാൽ നേരത്തെ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങണമായിരുന്നു. ഇന്നലത്തെ ഡ്യൂട്ടിയുടെ ക്ഷീണവും എല്ലാം കൊണ്ട് ഞാൻ കിടന്നുപോയി. ചൈൽഡ് കെയർ ഉള്ളതുകൊണ്ട് ഞാനും ഹസ്ബൻഡും മാറിയും ഡ്യൂട്ടി എടുക്കുന്നു. അപ്പം ചൊവ്വ മുതൽ വെള്ളി വരെ എനിക്കും കാണും, വെള്ളിയാഴ്ച രാത്രി മുതൽ ചേട്ടനും ഡ്യൂട്ടി കാണും. അപ്പോൾ കണ്ടിന്യൂസ് 4 ദിവസം ചെയ്യുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്നത്തോടെ തീരുമെന്നുള്ളൊരാശ്വാസമാണ് മനസ്സിലാകെ പാടമുള്ളത്. സാധാരണ ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യത്തെ സ്നോ ഉണ്ടായ സമയത്ത്, അതായത് ഞാൻ ആദ്യമായിട്ട് സ്നോ കാണുന്ന സമയത്ത് UK നൈറ്റ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ ഫുള്ള് ഞാൻ നൈറ്റ് കഴിഞ്ഞ് ഇറങ്ങി ഒരു ബസ്സിൽ കയറി. അപ്പോൾ ഞാൻ കുറച്ച് ദൂരെയുള്ള ഹോസ്പിറ്റലായിരുന്നു, അത് ഇതിന് തന്നെ ദൂരെ ഒരു ബ്രാഞ്ചുണ്ട്, അവിടെയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ബസ്സിൽ കയറി വന്നു. പകുതി ആയപ്പോഴത്തേക്കും ബസ് നിർത്തി വരും. പിന്നെ ഞാൻ അവിടെ നിന്ന് എങ്ങനെയല്ലേ വീട്ടിൽ വരാൻ നോക്കി.
ടാക്സികളൊന്നുമില്ല. സ്നോ ആകുമ്പം ടാക്സികൾ എക്സ്ട്രാ ചാർജ് വയ്ക്കും. അതേപോലെ തന്നെ കിട്ടാനും പാടാണ്. അപ്പോൾ അന്ന് ആ ഒരു ഇട ആയതുകൊണ്ട് അത്ര പിടുത്തൊന്നുമില്ലായിരുന്നു. വീട്ടിലോട്ട് പോകേണ്ട വഴി മഞ്ഞത്ത് എങ്ങനെ നടക്കും. പിന്നെ ടാക്സി വെയിറ്റ് ചെയ്ത് കുറേ നേരം ടാക്സി കിട്ടിയ പിന്നെ അതിന് ശേഷമുള്ള നോക്കിയാൽ വീക്കെൻഡ് ലീവായതുകൊണ്ട് അത്രയ്ക്കൊന്നും എക്സ്പീരിയൻസ് ഇല്ല. സ്റ്റോപ്പ് എത്താറായി. വെള്ളമൊക്കെ തുറന്നിട്ടുണ്ട്. നല്ല ഐസാണ്. ഐസ് കൂടി നല്ലതാണ്. മാക്സിമം സ്റ്റോപ്പ് എത്താറായി. നമ്മൾ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലോട്ട് പോകണമെങ്കിൽ കുത്തി കയറ്റവും ഇറക്കവുമാണ്. അപ്പോൾ ഞാൻ പോയാൽ എന്തായാലും വീഴണം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ റിസ്ക് എടുത്ത് നടക്കാത്തത്. ഇതാവുമ്പം കുഴപ്പമില്ലല്ലോ. മെയിൻ റോഡെല്ലാം ക്ലിയർ ചെയ്ത് തരും അവർ. പിന്നെ വണ്ടികൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുകൊണ്ട് മെയിൻ റോഡ് അത്ര വലിയ വിഷയം വരത്തില്ല. അതുകൊണ്ട് എവിടെ നിന്ന് ബസ് കയറാമെന്ന് വിചാരിച്ചത്. അഥവാ ബസ് കിട്ടിയില്ലെങ്കിൽ ഇവിടെ നിന്ന് നടക്കേണ്ടി വരും. ദൈവമേ ബസ് കിട്ടണമെന്നുള്ള പ്രാർത്ഥനയിലാണ് ഇവിടെ നിൽക്കുന്നത്. ബസ് സ്റ്റോപ്പ് ഇതാ ഈ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ്. എത്താറായി. മഴയുണ്ട് കേട്ടോ. മഴയും മഞ്ഞും കൂടി മിക്സായിട്ടാണ് തോന്നുന്നു രാവിലെ തൊട്ട്. ഞാൻ ചറക്കി പോകുന്നുണ്ട്. ഓ നല്ല വിധേന എത്തി. ഇനി ഇവിടെ വെയിറ്റ് ചെയ്യാം. 7:33 ബസ്. ആ ബസ്സൊക്കെ പോകുന്നുണ്ടോ? ഡ്യൂട്ടിക്ക് മഞ്ഞുള്ളപ്പോൾ പോകാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ഹായ്, വൈകുന്നേരം കാണാം.